വെൽക്കം ടു മൈ ചാനൽ. ലിഖിത റവിലാണ്. ഇന്ന് ഞങ്ങൾ എന്താ പറയുന്നത്, ഗ്രീൻ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം ചിക്കനും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അല്ലേ ബാബേ? ആ ബായ്, വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയും. ഇവിടെ ഒരു ഷോപ്പ് കണ്ട് അപ്പോൾ അവിടേക്ക് ചിക്കൻ വാങ്ങാൻ പോയതാണ് അച്ഛനും മാവയും കൂടി. അപ്പോൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയോ പല മാർക്കറ്റിൽ പോയിട്ടാണ് കിട്ടിയത്. കിട്ടുന്നില്ല, ടൈറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ കുറേ തെരഞ്ഞ് അങ്ങനെ അപ്പോൾ ചിക്കനും കിട്ടി, മല്ലിച്ചപ്പ കിട്ടിയത്, പുതിന കിട്ടിയിട്ടില്ല, ഭയങ്കര ടൈറ്റാന്ന് പറയുന്നത്. വെള്ളത് വെച്ചിട്ട് ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാം. അപ്പോട്ടൻ ആദ്യമാണ് ഇന്നും. ഇപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അപ്പോട്ടൻ തന്നെ പറയും. മല്ലിച്ചപ്പ്, ഇതിലേക്ക് പുതിനയും വേണം കേട്ടോ, കുറച്ച് പുതിനയും കുറച്ച് മതിയാവും. അപ്പം അത് ഇപ്പം അവോയ്ഡ് ചെയ്തിട്ടാണ്. പിന്നെ പച്ചമുളക്, പക്ഷെ അതിൽ വേറെ മുളകുകളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പച്ചമുളക് അതിനെ കൊണ്ട് കുറച്ച് കൂട്ടിയിട്ടെടുക്കുന്നത്. പച്ചമുളക്, പിന്നെ കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ വെളിച്ചെണ്ണ കിട്ടാതെ, വെളിച്ചെണ്ണ ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ ഓയിൽ വെച്ചിട്ടുണ്ടാക്കുന്നത് കേട്ടോ. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ഒരു ഇതുണ്ട്, അത് ഞാനപ്പോൾ പറയണ്ട. അപ്പോൾ അത് ഇല്ലാത്തതിനോട് നമ്മൾ ഓയിലൊന്നും ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഗ്രീൻ ചില്ലിയും പുതിന ഇതിലില്ല, അപ്പം മല്ലിച്ചപ്പും, ഇത് രണ്ടും കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട്, അപ്പം നമ്മൾ നേരത്തെ എടുത്ത മല്ലിച്ചപ്പ് കഴുകി അതേമാതിരി പച്ചമുളകും കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി. ഇനി ഇത് നമ്മളൊരു കുറച്ച് വെള്ളം പാർന്നിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇത് നമ്മളൊരു യെല്ലോ കളറാവുന്ന, ഒരു യെല്ലോ മേത്ത കളറായി വരും. ഈ ഗ്രീനിൽ നിന്നൊന്ന് മാറി വരും. ആ കളർ വരെ ഇത് നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഉള്ളി വാട്ടി എടുക്കാം കേട്ടോ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഉള്ളി മാത്രം ജസ്റ്റ് ഇതിലൊന്ന് ഇത് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കും. കുറച്ച് ഉപ്പിട്ടുണ്ട്, വേഗം വാടി കിട്ടാൻ വേണ്ടി. ഉള്ളിലേക്ക് കുറച്ച് ഉപ്പിട്ടുണ്ട്, വേഗം വാടി കിട്ടാൻ വേണ്ടി. തിളച്ച് വരുന്നുണ്ട് അല്ലേ? തിളച്ചിട്ട് പോരാ, അത് നമ്മൾ ഒരു കളർ മാറും. ഒരു ഗ്രീന് വേറെ കളറാവും, ഒരു യെല്ലോ കൂടിയ ഒരു ഗ്രീനാവും. ആ കളറാവും. ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെ കൂട്ടിലേക്ക് ഇട്ടു. നമ്മളെടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളത് കൂടി നമ്മൾ ഈ ഇതിലേക്ക് മിക്സ് ചെയ്യണം. ഈ ധനിയ പൗഡറും ധനിയ ലീഫിൻ്റെ കൂടുതൽ, മല്ലിച്ചപ്പിൻ്റെയും മുളകിൻ്റെയും കൂടുതൽ എടുത്ത് അതൊന്ന് പുഴുങ്ങി മുളകിൻ്റെ കളറൊന്നും മാറിയില്ലേ, ഉണ്ടല്ലേ? ആ ഒരു യെല്ലോ കളറിലേക്ക് ആയിട്ട് വേണം നമ്മൾ ഇത് ഇറക്കാൻ. അപ്പം ഇനി ഇത് ഇറക്കി വെള്ളം വറ്റിച്ചിട്ട്, വെള്ളം ഒഴിവാക്കിയിട്ട് കുറച്ച് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുക അല്ലേ? അങ്ങനെയല്ല, അതില് കുറച്ച് വെള്ളം എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കാനുണ്ട്. വെള്ളത്തോട് കൂടിയിട്ട് മിക്സിയിൽ അടിക്കാം. ഇത്ര വെള്ളം വേണ്ട, കുറഞ്ഞ പാകത്തിനുള്ള വെള്ളം ഇട്ടിട്ട് മിക്സിയിലടിക്കാം. ഓക്കെ. ഹായ് പറയണ്ട്. ഇവിടെ വന്നിരിക്കുക, കിച്ചന്റെ സ്ലാബിന്റെ മേലെ വന്നിരിക്കുക. ചിക്കൻ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്, അതാണ് വാവ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് മുളക് ഇതാ കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മുളക്
വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ മല്ലിയില എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അതിൽ മിക്സിയിലേക്ക് പുഴുങ്ങിയ കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ വെള്ളമല്ല കേട്ടോ, ആ പുഴുങ്ങിയ വെള്ളം തന്നെ. എന്നിട്ട് ഇതൊന്നും നമ്മൾ മിക്സിയിൽ അടിച്ച് നമ്മളെ കറിയിലേക്ക് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞ് മുളകും മല്ലിയില പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ടിട്ടുള്ള ഗ്രേവി നമ്മളത് റെഡിയായി. അപ്പോൾ ഇത് ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. അതുവരെ ചിക്കൻ മഞ്ഞളിട്ട് ചെറുങ്ങനെ ഒന്ന് വേവിക്കായിരുന്നു. ഇത് നമ്മളെ കറിയിലേക്ക് ആഡ് ചെയ്തു. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തില്ലേ, ഇനി ഇതൊക്കെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്ന് വെന്ത് വരണം. അതും ടൈറ്റ് ആവണം. ഈ ഗ്രേവി ഇത്ര ലൂസിൽ പാടില്ല. വെള്ളം ഇത്തിരി കൂടിപ്പോയി അതാവശ്യം. ചിക്കനിൽ ആദ്യം ഒഴിച്ച വെള്ളമുണ്ട്, പിന്നെ ഇപ്പോൾ നമ്മുടെ പാർന്ന വെള്ളം കുറച്ച് ഒന്ന് ലൂസായിപ്പോയി. കുറച്ചുകൂടി തിക്കായാലും അത്രയും നന്നാവും. തിക്കാവാൻ കുറച്ചും കൂടി മല്ലിയിലയും ഇതൊക്കെ ഇട്ടിട്ട് അടിച്ചാൽ മതി. നമ്മൾ എടുത്തത് കുറച്ച് ഷോർട്ടേജ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങനെ തന്നെ വെച്ച് തുറന്ന് വെച്ച് വേവിച്ചാൽ ഒന്ന് വെള്ളം വറ്റും. അങ്ങനെ വറ്റി വരുമ്പോഴാണ് കുറുകി വരുന്നത്. നല്ല സെമി ഗ്രേവി എന്ന് പറയുന്ന മരത്താണ്, ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടാവും. വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ടോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഒന്ന് നല്ല കറക്റ്റ് വേവായിക്കോട്ടെ. പിന്നെ ഈ ടോപ്പിനാണ് ചെറിയൊരു ഇതുള്ളത് കൊണ്ട് തന്നെ സ്റ്റീമൊക്കെ ആവുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ട്ടോ. ഇതാണ് സാധനം. ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ ചിക്കൻ കറി. അപ്പൊ ഇനി ഞങ്ങള് ഇത് കൂട്ടി ഗീ റൈസും കൂട്ടി കഴിക്കാൻ പോവാം. ഇതിലേക്ക് ഗീ റൈസ്, ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറ്റുക. ഉണ്ടാവും, നല്ല ഗ്രീനിഷ് കളറിലുണ്ടാവും. ഇതിൽ ഒരു സാധനവും ആഡ് ചെയ്യുന്നില്ല, ഫ്രഷ് സാധനം. എന്നാ ഞങ്ങൾ പോയി കഴിക്കട്ടെ.